ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 2 ദിവസം കഴിഞ്ഞാൽ ഈ നക്ഷത്ര ജാതകരുടെ തലവര തെളിയും. ഈ വരുന്ന ഒക്ടോബർ 18-നാണ് വ്യാഴമാറ്റം. ഈ നക്ഷത്ര ജാതകർക്ക് അപ്രതീക്ഷിത ധനഭാഗ്യമാണ് കാത്തിരിക്കുന്നത്. വ്യാഴം ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് ഒക്ടോബർ 18-ന് മാറുന്നു. ഈ രാശിമാറ്റം ജ്യോതിഷപ്രകാരം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ചന്ദ്രൻ്റെ സുക്ഷേത്രവും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയുമാണിത്. അതായത് ഏറെ ഗുണമുള്ള കാലമാണ് ഈ വന്നെത്തിയിരിക്കുന്നത്. മകരരാശിയിലേക്ക് കടക്കുമ്പോഴാണ് നീചരാശി, അതായത് നമുക്ക് ദോഷസമയം ഉണ്ടാകുന്നത്. ഈ വ്യാഴമാറ്റം പ്രകാരം 12 രാശിക്കാർക്കും വരുന്ന ഫലങ്ങൾ നമുക്ക് നോക്കാം. ചിലർക്ക് വളരെയധികം ഗുണകരമായ കാലമാണ്. വ്യാഴം നല്ല ഫലം നൽകിയാൽ സർവകാര്യവിജയം, കീർത്തി, കുടുംബസൗഖ്യം, കർമ്മപുഷ്ടി, ധനസമൃദ്ധി, ശാന്തി, സമാധാനം തുടങ്ങിയ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. മറ്റു ഗ്രഹങ്ങൾ അനുകൂലമായാലും വ്യാഴം അനുകൂലമല്ലെങ്കിൽ ഫലസിദ്ധി വളരെയധികം കുറയുന്നതാണ്. വ്യാഴം ശനി ഗ്രഹത്തിലാണ് കർമ്മസിദ്ധി ഉണ്ടാക്കുന്നത്. ഈ വ്യാഴമാറ്റം കൊണ്ടുള്ള ഫലങ്ങൾ ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് നേട്ടങ്ങൾ സമ്മാനിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. മേടരാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗംകാർക്ക് ഈ വ്യാഴമാറ്റത്തിലൂടെ ഗുണദോഷ സമ്മിശ്രമായ ഫലം വന്നു ചേരും. രോഗശമനം, ആയുർ ദൈർഘ്യം, ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. കർമ്മസ്ഥാനം മാറുമെങ്കിലും ഗുണകരമാകും. പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഉന്നത പഠനം സാധ്യമാകും. സന്താനങ്ങൾക്ക് വളരെയധികം ഉയർച്ചയും നേട്ടവും ഉണ്ടാകുന്ന കാലമാണ്. കർമ്മരംഗത്ത് നിങ്ങൾക്ക് ഉയർച്ച പ്രതീക്ഷിക്കാം. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വീട്, ഭൂമി, വാഹനം എന്നിവയിൽ നല്ല ഫലം ലഭിക്കും. ധനച്ചിലവുകൾക്കും ശമനമുണ്ടാകുന്ന കാലമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. ഇടവ രാശിയിൽപ്പെട്ട കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതിയിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് അത്ര ഗുണകരമായ കാലമല്ല. എന്നിരുന്നാലും ചില ഗുണ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. വിവാഹാലോചനകൾ അനുകൂലമായി ഭവിക്കുന്നതാണ്. ദാമ്പത്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ സാധിക്കും. ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്ന കാലമാണ്. നിങ്ങളുടെ സന്താനങ്ങൾക്ക് നേട്ടം ഭവിക്കും. കുടുംബത്തിൽ സുഖവും സമാധാനവും വന്നു ചേരും. പഠനരംഗത്ത് വിദ്യാർത്ഥികൾക്ക് ഉയർച്ച പ്രതീക്ഷിക്കാം. വിദേശ യാത്ര തരപ്പെടുന്നതാണ്. പേരും പ്രശസ്തിയും വർദ്ധിക്കും. നിങ്ങളുടെ സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തുവാനും കഴിയുന്ന കാലമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുന രാശിയിൽപ്പെട്ട മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ കാൽഭാഗം. ധനം, വാക്ക്, കുടുംബം എന്നിവയിൽ നിങ്ങൾക്ക് ഭാഗ്യ അനുഭവം ഉണ്ടാകും. ശത്രുശല്യം കുറയുന്ന കാലമാണ്. അപ്രതീക്ഷിതമായ ധനനേട്ടം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സുഖവും സമാധാനവും ഉണ്ടാകും. രോഗാരിഷ്ടതകളെല്ലാം മാറും. കടങ്ങളെല്ലാം വീട്ടുവാനും മാറുവാനും സാധിക്കുന്ന കാലമാണ്. കർമ്മരംഗത്ത് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഉന്നത പദവിയിലേക്ക് കുതിക്കുവാൻ പറ്റുന്ന കാലമാണ്. സ്ഥാനമാറ്റമുണ്ടാകും. ബന്ധുജനങ്ങളുമായി യോജിച്ചു പോകുവാൻ കഴിയുന്ന കാലമാണ്. ലോണുകൾക്ക് നിങ്ങൾക്ക് അനുമതി ലഭിക്കുന്ന കാലം. പഠന മികവുണ്ടാകും. വിവാഹാലോചനകൾക്ക് നല്ല സമയവും പേരും പ്രശസ്തിയും വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. കർക്കിടക രാശിക്കാർക്ക് ജന്മത്തിലേക്ക് ശനി കിടക്കുന്നു. പുണർത്തം, മുക്കാൽ, പൂയം, ആയില്യം നാളുകാർ ഇതിൽ പെടുന്നതാണ്. ഒക്ടോബർ 18 വരെ മറഞ്ഞു നിൽക്കുന്ന വ്യാഴം ഗുണകരമായി മാറുന്നു എന്നതാണ് സത്യം. സന്താന സ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നു. സന്താനം കൊണ്ട് നല്ല ഫലം, മനസമാധാനം, ഭാര്യാസ്ഥാനം, ഐശ്വര്യം സ്ഥാനം ഇവയെല്ലാം വന്നു ചേരും.
ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി വരുന്നത് വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമാകും. ഭാഗ്യം വർദ്ധിക്കുന്നതാണ്. അവിവാഹിതരായ ആളുകൾക്ക് മാംഗല്യ ഭാഗ്യമുണ്ടാകും. എന്ന് പറഞ്ഞാൽ മംഗല്യപരമായി നല്ല സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങരാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നിവർക്ക് കാര്യമായ ദോഷാനുഭവങ്ങൾ വരുന്ന കാലമല്ല. വീട് പുതുക്കി പണിയുന്നതിനും പിതാവിൻ്റെ സ്വത്ത് ലഭിക്കുന്നതിനും ഭാഗ്യമുണ്ട്. വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കും. നിങ്ങളുടെ മാതാവിൽ നിന്നും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സമാധാനം, രോഗങ്ങളിൽ നിന്നും മോചനം, കടബാധ്യതകളിൽ നിന്നും മോചനം എന്നിവ നേടുവാൻ സാധിക്കുന്നതാണ്. ബന്ധുക്കളുമായി യോജിച്ചു പോകുവാൻ സാധിക്കും. നിങ്ങളുടെ സന്താനങ്ങൾക്ക് എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരുന്ന കാലമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിയിൽപ്പെടുന്ന ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതിക്കാർക്ക് വ്യാഴം 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴ സംക്രമം നിങ്ങൾക്ക് 11ാം ഭാവത്തിലേക്ക് കടക്കുന്നതാണ്. ആഗ്രഹിക്കുന്നത് എല്ലാം നേടിയെടുക്കുന്ന യോഗമാണ് ഇനി വന്നു ചേരുക. ഏറെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന കാലം കൂടിയാണ്. ആശയവിനിമയം വർദ്ധിക്കും. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയും. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതാണ്. കുടുംബത്ത് വളരെയധികം സമാധാന അന്തരീക്ഷമുണ്ടാകും. ദൈവിക സ്വാധീനം വേണ്ടുവോളം വന്നു ചേരുന്ന കാലമാണ്. നിങ്ങളുടെ സന്താനങ്ങൾക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാകും. വിവാഹാലോചനകൾ നടന്നു കിട്ടുന്നതാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വഴി ഗുണഫലങ്ങൾ ഇരട്ടിയായി വന്നു ചേരും. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽപ്പെടുന്ന ചിത്തിരയുടെ ബാക്കി പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. കർമ്മഭാവം നന്നാക്കും. അതായത് ജോലിയിൽ ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്രതീക്ഷിത ധനനേട്ടമുണ്ടാകും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷമാണ് ഇനി വന്നു ചേരുക. ഭൂമി വാങ്ങുവാൻ സാധിക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വളരെയധികം ധനനേട്ടത്തിലേക്ക് കുതിക്കുന്നതാണ്. നിങ്ങളുടെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന രംഗത്ത് മികവ് പ്രതീക്ഷിക്കാം. പരീക്ഷകളിൽ വിജയം ഉറപ്പാണ്. ബിസിനസ്സിൽ എല്ലാ രീതിയിലും നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പുതിയ പദ്ധതികൾ നടപ്പിലാക്കുവാൻ കഴിയും. രോഗാരിഷ്ടതകളൊക്കെ മാറി ആരോഗ്യം പുഷ്ടിപ്പെടുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന കണ്ണീരും കഷ്ടപ്പാടും കടബാധ്യതകളെല്ലാം ഈശ്വര അനുഗ്രഹത്താൽ മാറിക്കിട്ടുന്ന കാലമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചിക രാശിയിൽപ്പെടുന്ന വിശാഖം, ബാക്കിക്കാൽ, അനിഴം, തൃക്കേട്ട ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ വളരെയധികം എത്തിച്ചേരുന്ന കാലമാണ്. ധനനേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ആജ്ഞാശക്തി വർദ്ധിക്കുന്ന കാലമാണ്. നിങ്ങളുടെ മനസ്സിന് ഊർജ്ജസ്വലത വർദ്ധിക്കും. സന്താനങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ചയും നേട്ടങ്ങളും കാണുവാൻ സാധിക്കുന്ന കാലമാണ്. ആരോഗ്യപരമായി വളരെയധികം മെച്ചപ്പെടുന്ന കാലമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന മികവുണ്ടാകും. ഗുരുക്കന്മാരുടെ അനുഗ്രഹാശിസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന കാലമാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. ധനു രാശിയിൽപ്പെടുന്ന മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗക്കാർക്ക് ഈശ്വരാധീനക്കുറവ് അനുഭവപ്പെടും. എന്നാൽ വലിയ ദോഷം എന്ന് പറയാൻ പറ്റുന്ന കാലമല്ല. ധനനേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കുടുംബത്ത് വളരെയധികം സമാധാനപരമായ അന്തരീക്ഷമുണ്ടാകും. മാതാവിൽ നിന്ന് സഹായം വന്നു ചേരും. വീടില്ലാത്തവർക്ക് സ്വന്തമായി ഒരു വീട് ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. നല്ല ഉറക്കവും നല്ല ജ്ഞാനവും ലഭിക്കുന്ന കാലമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന അനാവശ്യമായ ചിലവുകൾക്ക് പരിഹാരമുണ്ടാകും. കർമ്മരംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം വന്നു ചേരുന്നതാണ്. വാഹന കാര്യത്തിൽ നല്ലത് വരുന്നതാണ്. സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിലും എല്ലാ രീതിയിലും പരിഹാരം വന്നു ചേരുന്നതാണ്.
അടുത്തത് മകരം രാശിക്കാരാണ്. മകരരാശിയിൽപ്പെടുന്ന ഉത്രാടം ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതിക്കാർക്ക് ഈ വ്യാഴമാറ്റത്താൽ ഏഴാം ഭാവത്തിലേക്ക് കടക്കുമ്പോൾ നല്ല ഫലങ്ങളും നല്ല നേട്ടങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതായത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങളിൽ വന്നു ചേരും. അപ്രതീക്ഷിതമായ ധനഭാഗ്യം പ്രതീക്ഷിക്കാം. കർമ്മ വിജയമുണ്ടാകും. അതായത് നിങ്ങൾ ചെയ്യുന്ന എല്ലാവിധ കാര്യങ്ങളിലും ഗുണഫലങ്ങൾ ഇരട്ടിയായി വന്നു ചേരുന്ന കാലമാണ്. ബിസിനസ്സുകാർക്ക് നിങ്ങളുടെ ബിസിനസ് രംഗത്ത് ഉയർച്ച വന്നു ചേരും. ദാമ്പത്യത്തിൽ നല്ല ഫലമുണ്ടാകും. വിദേശ യാത്രാ യോഗമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ധനം തിരികെ ലഭിക്കുന്നതാണ്. ശാരീരികമായും മാനസികമായും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രതിബന്ധങ്ങളുമെല്ലാം മാറി വളരെയധികം പുഷ്ടിയിലേക്ക് നിങ്ങൾ കുതിക്കുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭരാശിയിൽപ്പെടുന്ന അവിട്ടം ബാക്കി പകുതി, ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗംകാർക്ക് വ്യാഴം ആറാം ഭാവത്തിലേക്ക് കടക്കുന്നു. അത് അത്ര നല്ലതല്ല. ആദികളും വ്യാധികളും വർദ്ധിക്കുന്ന കാലമാണ്. കർമ്മരംഗത്ത് വിചാരിക്കാത്ത ഉള്ള ഒരു സ്ഥാനഭ്രംശമുണ്ടാകുമെങ്കിലും ഇത് നല്ലതായി വരുന്നതാണ്. അനാവശ്യമായി ഉണ്ടായിരുന്ന ചിലവുകൾക്ക് പരിഹാരമുണ്ടാകും. ധനനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ശത്രുനാശം സംഭവിക്കും. സ്ഥാനഭ്രംശം നല്ല ഫലങ്ങൾ നൽകുന്ന രീതിയിലേക്ക് മാറുന്നതിനാൽ മാനസികമായി വളരെയധികം സന്തോഷം ലഭിക്കുന്ന കാലമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. മീനരാശിയിൽപ്പെടുന്ന പോരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകർക്ക് വ്യാഴമാറ്റത്തോടെ വളരെയധികം ഗുണഫലങ്ങൾ വന്നു ചേരുന്ന കാലമാണ്. ജീവിതത്തിലുടനീളെ ഉയർച്ചയുണ്ടാകും. അപ്രതീക്ഷിതമായ ധനനേട്ടം പ്രതീക്ഷിക്കാം. സന്താന സൗഭാഗ്യമുണ്ടാകും. നിങ്ങളുടെ സന്താനങ്ങളുടെ ഉയർച്ച നേരിൽ കണ്ട് മനസ്സ് നിറയ്ക്കുവാൻ സാധിക്കുന്ന കാലമാണ്. നിങ്ങളുടെ ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുവാൻ സാധിക്കും. വീട് പുതുക്കി പണിയുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. പല തരത്തിലും പല വിധത്തിലുമുള്ള ഭാഗ്യ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും. ബിസിനസ്സിൽ വളരെയധികം നേട്ടം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം എന്ന സ്വപ്നം സാധ്യമാകുന്ന കാലമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.